ഹലോ മക്കളെ, +1-ലും 9th സ്റ്റാൻഡേർഡിനും പിന്നെ റിപ്പീറ്റ് ചെയ്യുന്നവർക്കും വേണ്ടിയിട്ട് ഒരൊറ്റ ടോപ്പിക്, അത് ഏത് ടോപ്പിക് ആയിരിക്കണമെന്ന് ഞാനിങ്ങനെ ആലോചിച്ചിരുന്നപ്പോൾ എല്ലാവർക്കും വളരെയധികം പരിചയമുള്ള ടോപ്പിക്കാണ് മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ. പിന്നെ ആ ടോപ്പിക്ക് തന്നെ എടുക്കാം, ആ ചാപ്റ്ററിൽ നിന്ന് തന്നെ നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസും കുറച്ച് കോൺസെപ്റ്റുകളും ചെയ്യാമെന്ന് വിചാരിച്ചു. ഇതാ ഇവിടെ നോക്കിക്കോ, എല്ലാവർക്കും അറിയാം കൈനറ്റിക് ഇക്വേഷൻസ് ഓഫ് മോഷൻ. ഏതൊക്കെയാണ് കൈനറ്റിക് ഇക്വേഷൻസ് ഓഫ് മോഷൻ? നോക്കിക്കോ മക്കളെ, ഒന്നാമത്തത് B = U + AT. 9th സ്റ്റാൻഡേർഡ് മുതൽ കേൾക്കാൻ തുടങ്ങുന്നത് അല്ലയോ? രണ്ടാമത്തത് ഏതാ? S = UT + ½ AT². മൂന്നാമത്തേത് ഏതാ? മൂന്നാമത്തതോ B² = U² + 2AS. ഈ മൂന്ന് ഇക്വേഷൻസ് എങ്ങനെയൊക്കെയാണ് നമ്മൾ അപ്ലൈ ചെയ്യാൻ പോകുന്നതെന്നാണ് ഈ വീഡിയോയിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. 9th സ്റ്റാൻഡേർഡിലുള്ളവരും +1-കാരും റിപ്പീറ്റുകാരും മസ്റ്റായിട്ട് ഈ വീഡിയോ കാണണം, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കണം. ഓക്കെ, ഫ്രീ ഫോൾ. എന്താണ് ഈ ഫ്രീ ഫോൾ? ഒരു ഒബ്ജക്റ്റിനെ എങ്ങനെ എടുത്ത് വെക്കുക, ഡ്രോപ്പ് ചെയ്യുക, ദാറ്റ് ഈസ് കോൾഡ് ഫ്രീ ഫോൾ. ദാണ്ടേ ഇത് ഗ്രൗണ്ട് ആണെന്ന് വിചാരിച്ചേക്കണം മക്കളെ. ഗ്രൗണ്ടിൽ നിന്ന് ഒരു പർട്ടിക്കുലർ ഹൈറ്റിൽ ഞാൻ ഒരു ഒബ്ജക്റ്റിനെ പ്ലേസ് ചെയ്യുന്നുണ്ട്. ഇത് ഒരു ബോൾ ആണെന്നോ നിങ്ങളുടെ കയ്യിലിരിക്കുന്ന പേനയാണോ എന്ന് വിചാരിച്ചേക്കുക. ഓക്കെ, ഫ്രീ ഫോൾ എന്ന് വെച്ചാൽ ജസ്റ്റ് ഇതിനങ്ങ് ഡ്രോപ്പ് ചെയ്തേക്കണം. ഡ്രോപ്പ് ചെയ്യുമ്പോൾ ഇനിഷ്യൽ വെലോസിറ്റി എന്ന് പറയുന്നത് 0 ആയിരിക്കും. ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ്, നോട്ട് ചെയ്ത് വെച്ചോളണം. ഓക്കെ, ഇനി ഡ്രോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒബ്ജക്റ്റിനെ കംപ്ലീറ്റ്ലി കൺട്രോൾ ചെയ്യുന്നത് എർത്താണ്. എർത്താണ് അവനെ താഴോട്ട് പിടിച്ച് വലിക്കുന്നത്. അതുകൊണ്ട് അവന് താഴോട്ടുള്ള ആക്സിലറേഷൻ എന്ന് പറയുന്നത് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആയിരിക്കും. അതായത് അതിന്റെ വാല്യൂ 9.8 m/s² ആയിരിക്കും. ഓക്കെ ആണല്ലോ മക്കളെ? അപ്പൊ ഫ്രീ ഫോൾ എന്ന് കേട്ടാൽ ഈ രണ്ട് കാര്യങ്ങളാണ് എല്ലാവരും മൈൻഡിൽ വെക്കേണ്ടത്. ഓക്കെ, ഇനി ഈ കണ്ടീഷൻസ് നമ്മുടെ ഇക്വേഷൻസിലോട്ട് എങ്ങനെ അപ്ലൈ ചെയ്യുന്നു അതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. നോക്കിക്കോ, നമ്മുടെ ഒന്നാമത്തെ ഇക്വേഷൻ B = U + AT. മക്കളെ, B എന്ന് പറഞ്ഞാൽ ഫൈനൽ വെലോസിറ്റി. അതായത് ഇത് ഗ്രൗണ്ട് ആണെന്ന് വിചാരിച്ചോ. ദാ ഇവിടെ നിന്ന് ഞാൻ ഒരു ഒബ്ജക്റ്റിനെ ഡ്രോപ്പ് ചെയ്യാണ്. ഡ്രോപ്പ് ചെയ്യുമ്പോൾ ഇനിഷ്യൽ വെലോസിറ്റി ഷുഡ് ബി 0. ഇനി താഴോട്ട് വരുന്തോറും ആക്സിലറേഷൻ എന്ന് പറയുന്നത് മക്കളെ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആയിരിക്കും. മക്കളെ, ഈ ഒബ്ജക്റ്റ് നേരെ താഴെ വന്ന് നിലത്ത് വന്ന് വീഴുമ്പോ ഈ വെട്ടിയിട്ട തേങ്ങ താഴെ വന്ന് തറയിൽ വന്ന് വീഴുമ്പോ ടപ്പോ എന്ന് പറഞ്ഞാ വീഴുന്നേ. അതായത് അവിടെ ഫൈനൽ വെലോസിറ്റി ഉണ്ടായിരിക്കും. ആ ഫൈനൽ വെലോസിറ്റി ആണ് ഇത്. ആ ഫൈനൽ വെലോസിറ്റി കാണാൻ ഈ രണ്ട് കണ്ടീഷൻസും അവിടെ അപ്ലൈ ചെയ്തോ. അതായത് B = ഇതേ സെയിം B ആണ്. ആൻഡ് യുവിന്റെ പ്ലേസിൽ 0 കൊടുത്തോ, പ്ലസ് ഇട്ടോ. A എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ G ആയിരിക്കും. T എന്ന് പറഞ്ഞാൽ ടൈം ടേക്കൺ ബൈ ദ ബോഡി ടു റീച്ച് ദ ഗ്രൗണ്ട്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ B = GT. ദിസ് ഈസ് ദ ഫൈനൽ വെലോസിറ്റി. മക്കളെ, ഇനി നിങ്ങൾക്ക് ടൈം ആണ് കാണേണ്ടതെങ്കിൽ, അതായത് ഇവിടെ നിന്ന് ഡ്രോപ്പ് ചെയ്യുന്ന ഒരു ഒബ്ജക്റ്റ് ഗ്രൗണ്ടിൽ വന്ന് വീഴുന്ന ടൈം ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടതെങ്കിൽ മക്കളെ ദാണ്ട് ഇവിടെ നോക്കിക്കോ, T = V/G ആണ്. ഇത്രയേ ഉള്ളൂ. V is the final velocity when the body strike the ground. ഓക്കെ, ദാണ്ട് ഇവിടെ നോക്കിക്കോ, വീണ്ടും ഇത് ഗ്രൗണ്ട് ആണെന്ന് വിചാരിച്ചേക്കും. നമ്മുടെ കയ്യിലല്ലേ ഗ്രൗണ്ടില് H ഹൈറ്റ് ഉള്ള ഒരു ബിൽഡിംഗ് ഉണ്ട്. കണ്ടോ, H ഹൈറ്റ് ഉള്ള ഒരു ബിൽഡിംഗ് ഉണ്ട്, കണ്ടല്ലോ. ഈ ബിൽഡിങ്ങിന്റെ മുകളിൽ നിന്ന് ഒരു ഒബ്ജക്റ്റിനെ ഡ്രോപ്പ് ചെയ്യാണ്, ഒരു സ്റ്റോണിനെ ഡ്രോപ്പ് ചെയ്യാണ്, ഒരു ബോളിനെ നമ്മൾ ഡ്രോപ്പ് ചെയ്യാണ്. ഡ്രോപ്പിംഗ് ഇനിഷ്യൽ വെലോസിറ്റി ഉടനെ 0 കൊടുത്തേക്കണം, ഫ്രീ ഫോൾ. ഇനി ഇവനെ ഡ്രോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ നമ്മൾ എന്ത് ചെയ്യണം? ആക്സിലറേഷൻ എന്ന് പറയുന്നത് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. മക്കളെ, ഇവിടത്തെ ക്വസ്റ്റ്യൻ ഇതാണ്, വാട്ട് ഈസ് ദ ടൈം ടേക്കൺ ബൈ ദ ബോൾ ടു റീച്ച് ദ ഗ്രൗണ്ട്? What is the time taken by the ball to reach the ground? ഈ ബോൾ ഗ്രൗണ്ടിൽ വന്ന് വീഴുമ്പോൾ ഇത്രയും ദൂരമാണ് അത് ട്രാവൽ ചെയ്യുന്നത്. അതുകൊണ്ട് ഡിസ്റ്റൻസ് ബിൽഡിങ്ങിന്റെ സെയിം ഹൈറ്റ് ആയിരിക്കും നമ്മൾ എടുക്കുക. ക്വസ്റ്റ്യൻ എന്തായിരുന്നു? വാട്ട് ഈസ് ദ ടൈം ടേക്കൺ ബൈ ദ ബോൾ ടു റീച്ച് ദ ഗ്രൗണ്ട്? അതായത് T = ക്വസ്റ്റ്യൻ മാർക്ക്. മക്കളെ, ദാണ്ട് ഇവിടെ നോക്കിക്കോ, U ഉണ്ട്, A ഉണ്ട്, S ഉണ്ട്, T കാണണം. ഏതാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള കിടിലം കൈനറ്റിക് ഇക്വേഷൻ? S = UT + ½ AT². ഈ വാല്യൂസ് എല്ലാം എടുത്ത് ഇവിടെ പ്ലേസ് ചെയ്യ്. എസിന്റെ പ്ലേസിൽ H എന്ന് കൊടുക്കേണ്ടി വരും. ദാണ്ടെ U എന്ന് പറയുന്ന ടേം 0 ആണ്. അപ്പോ ഈ ടേം മൊത്തത്തിൽ 0 ആയിട്ട് പോകും. പിന്നെ ഈ പ്ലസ് അതുപോലെ റിപ്പീറ്റ് ചെയ്യുക.
1/2 നമ്മൾ അതുപോലെ റിപ്പീറ്റ് ചെയ്യുക. ഇൻസ്റ്റെഡ് ഓഫ് എ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി കൊടുത്തോ പിന്നെ ടി സ്ക്വയർ. മക്കളെ ദാണ്ട് നോക്കിക്കോ, h ഈസ് ഈക്വൽ ടു ഹാഫ് gt² എന്ന് കിട്ടും. ടൈം ആണ് കാണേണ്ടത്, മറന്നു പോവരുത്. 2-നെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യണം, ജിയെയും ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യണം. അങ്ങനെയാണെങ്കിൽ പിന്നെ ടി സ്ക്വയർ ഒറ്റയ്ക്കാണ് അവിടെ ഈക്വൽ ടു ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ 2h/g, അല്ലെങ്കിൽ ടി സ്ക്വയർ ഈസ് ഈക്വൽ ടു 2h/g. മക്കളെ ടി ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ടി ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 2h/g. ഇറ്റ്സ് എ വെരി ഇമ്പോർട്ടന്റ് ടേം ഇൻ +1 9th സ്റ്റാൻഡേർഡ് ആൻഡ് ഓൾസോ ഫോർ റിപ്പീറ്റേഴ്സ്. ഓക്കെ അല്ലടാ? അപ്പൊ കുറച്ച് പേർക്ക് ഡൗട്ട് ഉണ്ടായിരിക്കും, ഈ ടൈം മാത്രമേ കാണാൻ പറ്റുള്ളൂ. നല്ല മക്കളെ, ഈ ഹൈറ്റിൽ നിന്ന് ഒരു ബോളിനെ റിലീസ് ചെയ്യുമ്പോൾ ആ ബോൾ നിലത്ത് വന്ന് വീഴുമ്പോൾ ഉണ്ടാകുന്ന ഫൈനൽ വെലോസിറ്റിയും കാണാൻ പറ്റും. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, വെട്ടിയിട്ട തേങ്ങ താഴോട്ട് വരുന്തോറും സ്പീഡ് കൂടി 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 ടപ്പേന്ന് വന്ന വീഴുന്നത്. അപ്പോ ഫൈനൽ വെലോസിറ്റി ഹൈ ആയിരിക്കും. ആ ഫൈനൽ വെലോസിറ്റി നമുക്ക് കാണാം. നോക്കിക്കോ, ഇനിഷ്യൽ വെലോസിറ്റി വീണ്ടും 0 ആണ്. കാരണം ഈ ബിൽഡിങ്ങിന്റെ മുകളിൽ നിന്ന് നമ്മൾ ഒബ്ജക്റ്റിനെ ഡ്രോപ്പ് ചെയ്യാണ്. ഇനി താഴോട്ട് വരുമ്പോൾ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആണ് മക്കളെ കൊടുക്കേണ്ടത്. ഇനി വീണ്ടും ദാണ്ടെ ഇവിടെ നിന്ന് താഴേക്ക് വരുമ്പോൾ ആ ബോൾ ട്രാവൽ ചെയ്യുന്ന ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് വീണ്ടും h ആണ്. ഇപ്പൊ എന്താ കാൽക്കുലേറ്റ് ചെയ്യണ്ടേ? വാട്ട് ഈസ് ദ ഫൈനൽ വെലോസിറ്റി വെൻ ദ ബോഡി റീച്ച് ദ ഗ്രൗണ്ട്? What is the final velocity when the body reach the ground? Body reach ചെയ്യാണ്, ഗ്രൗണ്ടിൽ റീച്ച് ചെയ്യുമ്പോൾ ഫൈനൽ വെലോസിറ്റി v ഈക്വൽ ടു ക്വസ്റ്റ്യൻ മാർക്ക്. മക്കളെ ദാണ്ട് ഇവിടെ നോക്ക്, u ഉണ്ട്, a ഉണ്ട്, s ഉണ്ട്, v ഉണ്ട്. ഇതെല്ലാം കൂടി കണക്ട് ചെയ്യുന്ന ഇക്വേഷൻ b² ഈസ് ഈക്വൽ ടു u² പ്ലസ് 2as. നേരെ ഈ വാല്യൂസ് എല്ലാം കൂടി എടുത്തുകൊണ്ട് b² ഈസ് ഈക്വൽ ടു യുവിന്റെ സ്ഥാനത്ത് 0, 2 അതുപോലെ ഇട്ടോ, എയുടെ സ്ഥാനത്ത് g ഉണ്ട്, s എന്ന് പറഞ്ഞാൽ ഹൈറ്റ് ഓഫ് ദ ബിൽഡിംഗ്, h, അതായത് അടുത്ത സ്റ്റെപ്പില് b² ഈസ് ഈക്വൽ ടു 2gh. ഇനി v ആണ് കാണേണ്ടത് മക്കളെ, റൂട്ട് ഓഫ് 2gh. This is the final velocity when the body reaches the ground. Okay അല്ലേ? ഇതുവരെ നമ്മൾ പഠിച്ചത് ഫ്രീ ഫാൾ. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒരു ബോളിനെ ത്രോ ചെയ്തിട്ട് അവിടെ നിന്ന് ക്യാച്ച് ചെയ്യാൻ പോവാണ്. അതായത് ബോൾ ഈസ് ത്രോയിങ് വെർട്ടിക്കലി അപ്പ് ആൻഡ് റിട്ടേൺസ് ബാക്ക് ടു ദ സെയിം പൊസിഷൻ. ഓക്കെ, എന്തുവാ? ബോൾ ഈസ് ത്രോയിങ് വെർട്ടിക്കലി അപ്പ് ആൻഡ് റിട്ടേൺ ബാക്ക് ടു ദ സെയിം പൊസിഷൻ. ഓക്കെ, ഇവിടെ നോക്കിക്കോ, ഇത് ഗ്രൗണ്ട് ആണെന്ന് വിചാരിച്ചോ. ഇവിടെ നിന്ന് ഞാൻ ഒരു ഒബ്ജക്റ്റിനെ, ഒരു ബോളിനെ എടുത്ത് മേലോട്ട് ത്രോ ചെയ്യുവാണ്. ഈ ബോളിനെ മേലോട്ട് ത്രോ ചെയ്യുമ്പോൾ ഞാൻ ഉറപ്പായിട്ടും അതിലോട്ട് വെലോസിറ്റി കൊടുക്കണം. അല്ലാതെ ചുമ്മാതെ അത് പോവത്തൊന്നുമില്ല, എടുത്ത് എറിയണം. എറിയുമ്പോൾ നമ്മൾ അതിലോട്ട് വെലോസിറ്റി കൊടുക്കണം. യു മസ്റ്റ് ആയിട്ട് അവിടെ ഉണ്ടായിരിക്കും. യു 0 അല്ല. ഫ്രീ ഫാൾ ചെയ്യുമ്പോൾ അങ്ങനെയല്ലല്ലോ. ഫ്രീ ഫാൾ ചെയ്യുമ്പോൾ ഡ്രോപ്പിംഗ് ആണ്, ഇനിഷ്യൽ വെലോസിറ്റി യു 0 എന്നാൽ താഴെ ഇരിക്കുന്ന ഒരു ഒബ്ജക്റ്റിനെ എടുത്ത് മേലോട്ട് എടുത്ത് എറിയുമ്പോൾ യു ഉണ്ട്, യു കൊടുക്കണം. ഓക്കെ ആണല്ലോ? 2, ഈ ഒബ്ജക്റ്റ് മുകളിലോട്ടല്ലേ ട്രാവൽ ചെയ്ത് പോകുന്നത്, മേലോട്ട് ഇങ്ങനെ ട്രാവൽ ചെയ്ത് പോവാ. എർത്ത് താഴോട്ടാ പിടിച്ച് വലിക്കുന്നത്. ഇവ മുകളിലോട്ട് പോവും, എർത്ത് താഴോട്ട് പിടിച്ച് വലിക്കും. ഇവ വീണ്ടും മുകളിലോട്ടാ പോകുന്നത്. അപ്പോ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി -g ആയിരിക്കും. ദാറ്റ്സ് എ വെരി ഇമ്പോർട്ടന്റ്. ഓക്കെ, എന്നാൽ ഡ്രോപ്പ് ചെയ്ത സമയത്ത് അങ്ങനെയല്ല, നേരെ താഴോട്ട് തന്നെ വന്നു. അപ്പൊ പ്രശ്നമല്ല, a = g. പക്ഷെ ഇവിടെ അങ്ങനെയല്ല, മേലോട്ട് എടുത്ത് എറിയുക. അപ്പോ എർത്ത് താഴോട്ട് പിടിച്ച് വലിച്ചിട്ട് ഇവ മേലോട്ടാ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് a = -g. ദാറ്റ്സ് എ വെരി ഇമ്പോർട്ടന്റ്. പിന്നെ ഞാൻ എന്താ പറഞ്ഞേ? ദ ബോൾ റിട്ടേൺസ് ബാക്ക് ടു ദ സെയിം പൊസിഷൻ. മുകളിലോട്ട് പോയി ഈ ബോൾ കറങ്ങി അതേ സ്ഥലത്ത് തിരിച്ചു വന്ന് വീഴുക. റിട്ടേൺസ് ബാക്ക് ടു ദ സെയിം പൊസിഷൻ. മക്കളെ ഓർമ്മിച്ച് വെച്ചോ, ഡിസ്പ്ലേസ്മെന്റ് 0 ആയിട്ട് എടുക്കണം. ഇവനാണ് ഇവിടുത്തെ സൂപ്പർ സ്റ്റാർ. ഇവനുള്ള ഇക്വേഷൻ എടുക്കണം. അതായത് s = ut പ്ലസ് ഹാഫ് at² എടുത്ത് പ്രോബ്ലം ചെയ്യണം. എസിന്റെ സ്ഥാനത്ത് 0 ഇട്ടോ, u അവിടെ ഉണ്ടായിരിക്കും. ടൈം എന്ന് പറയുന്നത് മുകളിലോട്ട് പോയിട്ട് തിരിച്ച് അവിടെ എത്താൻ എടുക്കുന്ന സമയമാണ്. പിന്നെ ഇവിടെ ഓർമ്മിച്ച് വെച്ചോണ്ട് ഞാൻ പ്ലസ് ഇട്ടിട്ടുണ്ട്. 1/2 അവിടെ ഉണ്ട്. എയുടെ വാല്യൂ നോക്കിക്കോ മക്കളെ, എയുടെ വാല്യൂ -g. എയുടെ വാല്യൂ -g ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ t². ഓക്കെ അല്ലേ? ഇനി ഇതാണ്ട് ഇവിടെ നോക്കിക്കോ, 0 = ut. ഓക്കെ, ഇവിടെ ഉള്ള മൈനസും ഇവിടെ ഉള്ള പ്ലസും കൂടി മൾട്ടിപ്ലൈ ചെയ്തിട്ട് -1/2 gt².
സിമ്പിൾ. ഇനി ഈ മൈനസിന്റെ ടേമിന് നേരെ ഈക്വലിന് ഇപ്പുറത്തേക്ക് കൊണ്ടുപോവാ. അപ്പൊ എന്തായി? 1/2 GT സ്ക്വയർ ഈസ് ഈക്വൽ ടു UT. ഇനി അപ്പുറത്തും ഇപ്പുറത്തും ഐഡന്റിക്കൽ ആയിട്ടുള്ള ടേംസ് ആയ ടൈമിനെ കട്ട് ചെയ്ത് കളാം. ദെൻ ബാക്കി എന്താ ഉള്ളത് നോക്കിയേ, 1/2 GT ഈക്വൽ ടു U. Just a cross multiplication because you need to be calculated the time taken by the ball to return back to the ground again. Okay, so T is equal to cross multiplication 2U by G. Guys, this is a very simple thing. ആരും സ്കിപ്പ് അടിച്ച് കളയരുത്, ആരും എണീറ്റ് പോരുത്. വീണ്ടും കൊണ്ട് അടുത്ത കേസ് എന്ന് പറയുന്നത് ഒരു ഒബ്ജക്റ്റിനെ നമ്മൾ ത്രോ ചെയ്യും, മാക്സിമം ഹൈറ്റിൽ എത്താനെടുക്കുന്ന സമയമൊക്കെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ പോവാണ്. ദ ടൈം ടേക്കൺ ബൈ ദ ബോൾ ടു റീച്ച് ദ മാക്സിമം ഹൈറ്റ്. The time taken by the ball to reach the maximum height. അതായത് മക്കളെ ഇവിടെ നോക്കിക്കോ, ഈ പൊസിഷനിൽ നിന്ന് ഞാൻ ഒരു ഒബ്ജക്റ്റിനെ മേലോട്ട് ത്രോ ചെയ്യാണ്. ത്രോ ചെയ്യുമ്പോൾ എടുത്ത് അങ്ങോട്ട് എറിയുമ്പോൾ ഇനിഷ്യൽ വെലോസിറ്റി കൊടുക്കണം. ഓക്കെ അല്ലേ? ഇനി മുകളിലോട്ടല്ലേ പോണേ, മുകളിലോട്ട് പോകുമ്പോൾ ആക്സിലറേഷൻ എന്ന് പറയുന്നത് മക്കളെ -G ആയിരിക്കണം. അത് രണ്ടാമത്തെ കാര്യം. ഇനി എന്താണ് ടൈം ടേക്കൺ ബൈ ദ ഒബ്ജക്ട് ടു റീച്ച് ദ മാക്സിമം ഹൈറ്റ്? അപ്പൊ ടൈമാണ് കാൽക്കുലേറ്റ് ചെയ്യാൻ ടൈം ഈക്വൽ ടു ക്വസ്റ്റ്യൻ മാർക്ക് ടു റീച്ച് ദ മാക്സിമം ഹൈറ്റ്. മാക്സിമം ഹൈറ്റിൽ എത്തുമ്പോ ഒരു കുഞ്ഞ് സെക്കൻഡ് നേരത്തെങ്കിലും അവൻ അങ്ങ് നിൽക്കുവടെ. ഒരു സാധനത്തിന് എടുത്ത് അങ്ങോട്ട് എറിഞ്ഞ് മേലോട്ട് പോകും തോറും സ്പീഡ് കുറഞ്ഞ് അവിടെ ചെന്ന് നിന്നിട്ട് പിന്നെയാണ് തിരിച്ചു വരണത്. അപ്പൊ മാക്സിമം ഹൈറ്റില് ഒരു മൈക്രോ സെക്കൻഡ് നേരത്തെങ്കിൽ അവൻ അവിടെ നിൽക്കും. ദാറ്റ് ഈസ് അവർ അഡ്രസ്. ഇവനാണ് ഇവിടുത്തെ സൂപ്പർ സ്റ്റാർ. B ഈക്വൽ ടു 0. ഇവനുള്ള ഇക്വേഷൻ എടുക്കാവൂ. അതായത് മക്കളെ B ഈസ് ഈക്വൽ ടു U പ്ലസ് AT എന്ന് പറയുന്ന ഇക്വേഷൻ. അതിൽ ബിയുടെ സ്ഥാനത്ത് 0 ഈക്വൽ ടു U പ്ലസ് എയുടെ പ്ലേസിൽ എന്താ കൊടുക്കേണ്ടത്? -G പിന്നെ T. മക്കളെ ഇവിടെ നോക്കിക്കോ, താത്തിക്കൂടെ 0 ഈക്വൽ ടു U, ഈ മൈനസും പ്ലസും കൂടി -GT. ഇനി അടുത്ത ടേം എന്തുവാ? ഈ -GT ഈക്വൽ ടു ഇപ്പുറത്തേക്ക് കൊണ്ടുപോവാ. അപ്പൊ എന്തായി? GT ഈക്വൽ ടു U ആൻഡ് T ഈസ് ഈക്വൽ ടു U ബൈ G. This is the time taken by the object to reach the maximum height. Okay അല്ലേ? അപ്പൊ പലർക്കും ഒരു ഡൗട്ട് ഉണ്ട്, V ഉള്ള ഈ ഇക്വേഷൻ മാത്രമല്ലല്ലോ നമ്മൾ പഠിച്ചിട്ടുള്ളത്, വേറെ ഒരു ഇക്വേഷനിൽ V ഉണ്ടല്ലോ. ഏതാണ് ഇക്വേഷൻ? V സ്ക്വയർ ഈസ് ഈക്വൽ ടു U സ്ക്വയർ പ്ലസ് 2AS. എന്തുകൊണ്ട് ഇത് യൂസ് ചെയ്തില്ല? യൂസ് ചെയ്യാം, വാ നോക്കാം. ബിയുടെ പ്ലേസിൽ മാക്സിമം ഹൈറ്റിൽ എത്തുമ്പോൾ ബിയുടെ വാല്യൂ എന്തുവാ? 0. അപ്പൊ 0 ഈക്വൽ ടു U സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു എയുടെ പ്ലേസിൽ നമ്മൾ -G ഇൻറ്റു S കൊടുത്തു. അടുത്ത സ്റ്റെപ്പിൽ 0 ഈക്വൽ ടു U സ്ക്വയർ മൈനസും പ്ലസും കൂടി -2G S. അടുത്ത സ്റ്റെപ്പിൽ ഈ മൈനസ് ആയിട്ടുള്ള ടേമിനെ ഈക്വൽ ടു ഇപ്പുറത്തേക്ക് കൊണ്ടുവന്നോ. 2GS ഈക്വൽ ടു U സ്ക്വയർ. S is equal to U square by 2G. മക്കളെ, this is the maximum height traveled by the body. ഇതായിരിക്കും ഒബ്ജക്റ്റ് ട്രാവൽ ചെയ്യുന്ന മാക്സിമം ഹൈറ്റ് വെൻ യു ത്രോയിങ് അപ്പ്. ഓക്കെ അല്ലേ? ഇത് 9th സ്റ്റാൻഡേർഡ് നമ്മൾ പഠിച്ച ഈ കാര്യങ്ങൾ +1 പിന്നെ എൻട്രൻസിനൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഇങ്ങനെയുള്ള അടിപൊളി ക്ലാസ്സുകൾ നിങ്ങൾക്ക് എക്സ്പ്ലോർ ചെയ്യണമെങ്കിൽ ജോയിൻ ടു ഐംസ് ലേണിംഗ് ഗൈസ്. നമ്മുടെ വീഡിയോസ് മസ്റ്റായിട്ട് നിങ്ങൾ ഷെയർ ചെയ്യുമല്ലോ അല്ലേ?